അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കുറച്ച് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാ ചാപ്റ്ററിനും എടുത്തിട്ടുള്ളതാണ്. അത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ പഴയ പോലെ എന്നുള്ള രീതിയല്ല, പുതിയ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പം അങ്ങനെ ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെ ചോദിച്ച് കാണാത്തതായിട്ടുള്ള, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം നോർമലി എപ്പോഴും ചോദിക്കുന്ന ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അല്ല എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ആ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്. അപ്പം കൂടുതൽ ഇതിലോട്ട് പോകുന്നില്ല, നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻസ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു 10 ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആ 10 ക്വസ്റ്റ്യൻസിൽ നിന്നും നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡൂ. ഇപ്പോൾ 10 7 8 അല്ലെങ്കിൽ 2 3 കിട്ടിയെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ, കുഴപ്പമില്ല. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി അത് കമൻറ്റ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ഇനി കമൻറ്റ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ പോലും നോ ഇഷ്യൂ. പക്ഷേ സൈറ്റിൽ ആൻസർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത്, കാരണം നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് അസസ് ചെയ്യാനാണ് നിങ്ങളെ കൊണ്ട് പറ്റുന്നോ ഇല്ലയോ എന്നുള്ളത്. ആൻഡ് അതേപോലെ തന്നെ ഇതേപോലത്തെ വേറെ ഒക്കെ കഴിഞ്ഞിട്ട് വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ നമ്മൾ അതനുസരിച്ച് വീഡിയോ സെറ്റാക്കി തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. A liability is not included in the books of accounts is discovered at the time admission of a partner. This liability will be. ഓക്കെ, ലൈബിലിറ്റി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, അത് വിട്ടുപോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു പുതിയ പാർട്ട്ണർ വന്നപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് എന്ത്, നമുക്ക് ഈ ലൈബിലിറ്റി ഇൻക്ലൂഡ് ചെയ്യണമല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. റിവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുമോ ക്രെഡിറ്റ് ചെയ്യുമോ, അതോ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുമോ, അതോ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുമോ എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരം എന്താണ് വരുന്നത്, നമ്മൾ ഈ പറഞ്ഞ നമ്മൾ കണ്ടുപിടിക്കാത്തതായ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതായിട്ടുള്ള ലൈബിലിറ്റി നമ്മൾ എവിടെ ആയിരിക്കും കാണിക്കുന്നത്, റിവാലുവേഷൻ അക്കൗണ്ടിലായിരിക്കും കാണിക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന സംഭവമാണ്. ഇനി റീവാലുവേഷൻ അക്കൗണ്ടിൽ കാണിക്കും തന്നെ അത് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആയിരിക്കും വരുന്നത്, നമ്മളത് റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ആണ് ചെയ്യുന്നത്. സോ ആൻസർ എന്ന് പറഞ്ഞാൽ ഈ ഡെബിറ്റ് ടു ദി റീവാലുവേഷൻ അക്കൗണ്ട് ആണ്. രണ്ടാമത് നോക്കാം, കംപ്ലീറ്റ് ദ ഫോളോയിങ് സീരീസ് എന്നുള്ളതാണ്. ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്, ഡെബിറ്റ് അസറ്റ് ആൻഡ് ക്രെഡിറ്റ് റീവാലുവേഷൻ. ഓക്കെ, അസറ്റിന്റെ വാല്യൂ കൂടുമ്പോൾ നമ്മൾ ചെയ്യുന്ന അസറ്റ് ഡെബിറ്റ് ചെയ്യും, അതേപോലെ റീവാലുവേഷൻ കോഡ് ക്രെഡിറ്റും ആണ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ലൈബിലിറ്റീസിന്റെ വാല്യൂ കുറയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, എന്തായിരിക്കും ഡെബിറ്റ് ചെയ്യുന്നത്, എന്താണ് ക്രെഡിറ്റ് ചെയ്യുന്നത് എന്നുള്ളതായിരിക്കും. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇതൊന്നും അറിയേണ്ട, സിമ്പിളായിട്ട് നമ്മുടെ മോഡേൺ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് തന്നെ നോക്കിയാൽ മതി. ലൈബിലിറ്റി ക്രെഡിറ്റ് ബാലൻസ് ആണ്, ബാലൻസിന്റെ വാല്യൂ കുറയുമ്പോൾ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്, നമ്മൾ ഡെബിറ്റ് ആയിരിക്കും ചെയ്യുന്നത്. സോ ഡെഫിനറ്റ്ലി ലൈബിലിറ്റീസ് നമ്മൾ ഡെബിറ്റ് ചെയ്യും ആൻഡ് ക്രെഡിറ്റ് ചെയ്യുന്നപ്പോൾ എന്തായിരിക്കും, റീവാലുവേഷൻ അക്കൗണ്ട് ആയിരിക്കും. ഓക്കെ, അടുത്ത് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ട്രൂ അബൌട്ട് ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോ. ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോണുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ് കറക്റ്റ് ഉത്തരം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ഇറ്റ് വിൽ നോട്ട് ബി അലൗഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് partnership deed. It is debited to the P&L account. It is allowed only if the firm has profit. It is credited to the P&L appropriation account. അപ്പം 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അതെന്താണ് പറഞ്ഞേക്കുന്നത്, നമുക്ക് ആദ്യത്തേതാണ് പറഞ്ഞേക്കുന്നത് പാർട്ണർഷിപ്പ് ഡീഡിൽ മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കൊടുക്കത്തില്ല എന്നുള്ളതാണ്. അങ്ങനെയല്ല, പാർട്ണർഷിപ്പ് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും എങ്കിലും ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോണ് നമ്മൾ കൊടുക്കേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പോൾ അത് വരത്തില്ല. അടുത്ത ഓക്കെ, ഇറ്റ്സ് ഡെബിറ്റഡ് ടു P&L അക്കൗണ്ട്. P&L അക്കൗണ്ടിലാണോ ഡെബിറ്റ് ചെയ്യുന്നതെന്ന് യെസ്, ഉത്തരം എന്താണ് വരുന്നത്, ട്രൂ അബൌട്ട് ദി ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ P&L അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്യുന്നത്. എപ്പോഴും എല്ലാവർക്കും കൺഫ്യൂഷൻ വരികയാണ്, P&L അപ്രോപ്രിയേഷനിൽ അക്കൗണ്ടിൽ എടുക്കുന്ന ഐറ്റം അല്ല ഇത്, P&L അക്കൗണ്ടിലാണ് എടുക്കുന്നത്. ഓക്കെ, ആൻഡ് സോ അലൗഡ് ഓൺലി ദി ഫേം ആസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അല്ല, പ്രോഫിറ്റ് ആണെങ്കിൽ ലോസ് ആണെങ്കിൽ ഈ പറയുന്ന ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സിനും കൊടുക്കണം. നെക്സ്റ്റ് ഇറ്റ് ഇസ് ക്രെഡിറ്റഡ് ടു P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ എടുക്കുന്ന ഐറ്റം. ഓക്കെ, അടുത്ത നോക്കാം. റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഹാപ്പൻസ് അറ്റ് ദി ടൈം ഓഫ് അഡ്മിഷൻ, റിട്ടയർമെന്റ് ഓർ ഡെത്ത്. റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊരു പാർട്ട്ണർഷിപ്പ് കൊണ്ട് പോവാണ്, അവിടെ എന്തെങ്കിലും ഒരു മാറ്റം വരുന്നു എന്നുള്ളതാണ് ഈ റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ. അങ്ങനെ മാറ്റം വരുന്ന എപ്പോഴൊക്കെ ആയിരിക്കും, അഡ്മിഷൻ നടക്കുമ്പോഴും റിട്ടയർമെന്റ് നടക്കുമ്പോഴും അതേപോലെ ഡെത്ത് നടക്കുമ്പോഴും ഈ പറഞ്ഞ പോലെ പാർട്ണർഷിപ്പ് നമ്മൾ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ആൻസർ എന്താണ് വരുന്നത്, ഓൾ ഓഫ് ദീസ് ആണ്. ഓക്കെ, അടുത്ത് നോക്കാം. കംപ്ലീറ്റ് ദി ഫോളോയിങ് ജേർണൽ എൻട്രി ഫോർ ട്രാൻസ്ഫറിങ് റീവാലുവേഷൻ പ്രോഫിറ്റ്. സംഭവം റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന റീവാലുവേഷൻ പ്രോഫിറ്റ് നമ്മൾ എങ്ങോട്ടായിരിക്കും മാറ്റുന്നത് ആലോചിച്ചാൽ മതി. അപ്പം തന്നെ നിങ്ങൾക്ക് ജേർണൽ എൻട്രി കിട്ടുന്ന ആലോചിച്ച റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം പ്രോഫിറ്റ് ആയിക്കോട്ടെ ലോസ് ആയിക്കോട്ടെ നമ്മൾ എങ്ങോട്ടാണ് മാറ്റുന്നത്, പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ടാണ് മാറ്റുന്നത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരുന്നത്, ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, ഇവിടെ
നമുക്ക് ഈ പറഞ്ഞ പോലെ വേറെ കാര്യങ്ങളൊന്നും എഴുതേണ്ട കാര്യമില്ല. ജസ്റ്റ് പാർട്ട്ണറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഏത് അക്കൗണ്ടാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. ക്യാപിറ്റൽ അക്കൗണ്ടാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം. ഓൺ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ ഡെബിറ്റ് ബാലൻസ് ഓഫ് P&L അക്കൗണ്ട് ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ് ഓഫ് ദി ഫേം ഡിനോട്ട്സ്. ഓക്കെ, ഇത് എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്ന സംഭവമാണ്. P&L അക്കൗണ്ട് ഈ പറഞ്ഞ പോലെ ഒരു അഡ്മിഷൻ നടക്കുന്ന ടൈമിൽ P&L അത് അഡ്മിഷൻ എന്തായിക്കോട്ടെ, P&L അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ഉള്ള രീതിയിലാണ് ബാലൻസ് ഷീറ്റിൽ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതെന്താണ്? അത് അക്യുമുലേറ്റഡ് ലോസ് ആണ്. ഓക്കെ, P&L അക്കൗണ്ട് ക്രെഡിറ്റ് ആണ്, ക്രെഡിറ്റ് ബാലൻസ് ആണെന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആണ്. പക്ഷെ P&L ഡെബിറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് അക്യുമുലേറ്റഡ് ലോസ് ആണ്. അടുത്ത് നോക്കാം. ഓൺ അഡീഷൻ ഓഫ് എ പാർട്ട്ണർ സാക്രിഫൈസിങ് റേഷ്യോ വിൽ ബി. ഓക്കെ, ഒരു പുതിയ പാർട്ട്ണറിനെ എടുക്കുമ്പോൾ സാക്രിഫൈസിങ് റേഷ്യോ ഓൾഡ് റേഷ്യോ ആവാൻ ചാൻസ് ഉണ്ട്. ഈക്വൽ സാക്രിഫൈസ് ആയിരിക്കും നടത്തുന്നത്, സ്പെസിഫൈഡ് റേഷ്യോ ആണോ നടത്തുന്നത്, അല്ലെങ്കിൽ ഇതെല്ലാം ആണോ എന്നുള്ളതാണ്. ഇതെല്ലാം വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ചിലപ്പോൾ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഓൾഡ് റേഷ്യോ ആയിട്ട് അല്ലേ സെയിം ഇത് വരാം, അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടായിരിക്കും അവർ പറഞ്ഞാൽ ഈക്വലി 1:1 അല്ലെങ്കിൽ 1 ആ ഒരു രീതിയിൽ ഈക്വലി ആയിരിക്കും അവർ സാക്രിഫൈസ് നടത്തുന്നത്. അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു റേഷ്യോ ആയിരിക്കും, സ്പെസിഫൈഡ് റേഷ്യോയിലായിരിക്കും അവർ സാക്രിഫൈസ് ചെയ്യുന്നത്. നമുക്കറിയാം ഈ 3 സിറ്റുവേഷനും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും വരുന്നത് ഇത് എനി ഓഫ് ദീസ് ആണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി കൊടുപ്പെട്ട, കാരണം അത് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോ വെച്ചിട്ടുണ്ട്, പക്ഷേ സാക്രിഫൈസിങ് റേഷ്യോ ചെയ്യുമ്പോൾ ഏത് റേഷ്യോ ആണ് കിട്ടുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന സംഭവമല്ല. പക്ഷെ ഇതെല്ലാം ഇതിൻ്റെ അകത്ത് വരുന്നതാണ്. അടുത്ത് നോക്കാം. കംപ്ലീറ്റ് ദ ഫോളോയിങ് ജേർണൽ എൻട്രി ഡാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ജേർണൽ എൻട്രി കംപ്ലീറ്റ് ആണ് പറഞ്ഞേക്കുന്നത്. ആൻഡ് ക്രെഡിറ്റ് ചെയ്തേക്കുന്ന ക്യാഷ് ആണ്. ഓക്കെ, അപ്പം എന്താണ് നമ്മൾ ഡെബിറ്റ് ചെയ്യണമെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് അവർ താഴെ എഴുതി കൊടുത്തിട്ടുണ്ട് എന്താണ്? എമൗണ്ട് ഓഫ് ഗുഡ് വിൽ ബ്രോട്ട് ഇൻ ബൈ ദി ന്യൂ പാർട്ട്നേഴ്സ് വിഡ്രോൺ ബൈ ദി എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്. ഓക്കെ, പുതിയ പാർട്ട്ണർ കൊണ്ടുവന്ന ഗുഡ് വില്ല് വിഡ്രോ ചെയ്തു. ആര് വിഡ്രോ ചെയ്തെന്ന് പറഞ്ഞാൽ ഓൾഡ് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് വിഡ്രോ ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും വരുന്നത്? ഈ പറഞ്ഞ പോലെ ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത്. പെട്ടെന്ന് ഗുഡ് വിൽ എന്നുള്ള കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിലോട്ട് ഗുഡ് വിൽ ഡെറ്റഡ് ടു ക്യാഷ് എന്നുള്ള എഴുതാനായിരിക്കും തോന്നുന്നത്. പക്ഷെ അല്ല, എന്തായിരിക്കും നമ്മളവിടെ ഡെബിറ്റ് ചെയ്യുന്ന? ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആയിരിക്കും ഡെബിറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പെട്ടെന്നൊരു കൺഫ്യൂഷൻ ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് വായിച്ച് നോക്കി മനസ്സിലാക്കിയിട്ട് മാത്രമേ ഉത്തരം എഴുതാവുള്ളൂ. ഇനി അടുത്ത് നോക്കാം. റീവാലുവേഷൻ പ്രോഫിറ്റ് ഓർ ലോസ് അറ്റ് ദി ടൈം ഓഫ് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ ഷെയർഡ് ബൈ. ഓക്കെ, റീവാലുവേഷൻ പ്രോഫിറ്റ് ആയിക്കോട്ടെ ലോസ് ആയിക്കോട്ടെ, ഒരു പാർട്ട്ണർ മരിച്ചതിന് ശേഷം അത് ആർക്കായിരിക്കും ഷെയർ ചെയ്യുന്നതെന്നുള്ളതാണ് ചോദ്യം. കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സും ഡിസീസ്ഡ് പാർട്ട്നേഴ്സ്, ഇൻകമിംഗ് പാർട്ട്ണർ, ഓൾ ഓഫ് ദീസ്. ഓക്കെ, ഇതിൽ വരുന്ന ആക്ച്വലി എന്താണ്? ഓൾ ഓഫ് ദീസ് ആണ്. ഓക്കെ, ഇവിടെ അല്ല, ഓൾ ഓഫ് ദീസ് ആണ്. ഇവരെല്ലാവരും എന്താണ് ഈ പറഞ്ഞ പോലെ ഇത് ഷെയർ ചെയ്ത് എടുക്കുന്നതായിരിക്കും. ഓൺ റിട്ടയർമെന്റ് ഓഫ് എ പാർട്ട്ണർ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദി എമൗണ്ട് ഓഫ് ജനറൽ റിസർവ് ഇസ് ട്രാൻസ്ഫർ ടു ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ. റിട്ടയർമെന്റ് നടക്കുമ്പോൾ ഈ ജനറൽ റിസർവ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി, നമ്മളത് എല്ലാ പാർട്ട്നേഴ്സിനും ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് അത് കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ഏത് റേഷ്യോ എന്നുള്ളതാണ് ചോദ്യം. ന്യൂ റേഷ്യോയിലാണോ, ക്യാപിറ്റൽ റേഷ്യോയിലാണോ, ഓൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലാണോ, അതോ ഗെയിനിങ് റേഷ്യോ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ എന്താണ് വരുന്നത്? ഓൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലായിരിക്കും നമ്മളത് ഡിവൈഡ്. പെട്ടെന്ന് റിട്ടയർമെന്റ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിലോട്ട് അല്ല, ഡെത്ത് എന്ന് വരുമ്പോഴത്തേക്ക് നമ്മുടെ മൈൻഡിലോട്ട് വരുന്നത് ഗെയിനിങ് റേഷ്യോ എന്നുള്ളതാണ്. അതും നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ചോദിക്കുന്ന സംഭവമാണ്. ഗെയിനിങ് റേഷ്യോ അല്ല വരുന്നത്, ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ അല്ലെങ്കിൽ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലായിരിക്കും നമ്മളത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇതേപോലെ വേറെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് വേണം എന്നുണ്ടെങ്കിൽ കമന്റ് ബിലോ സെറ്റ് ആക്കുന്നതായിരിക്കും. താങ്ക് യു.